ഈ വീണ വിജയനെതിരായ കേസ് തെളിവ് സഹിതം പുറത്തു വന്നപ്പോഴും അതിനെ പിന്തുണയ്ക്കുന്ന സമീപനം ആണ് ഇവിടെ പാർട്ടി സെക്രട്ടറിയായ ഒരു തിരുത്തൽ ശക്തിയാകുമെന്ന് പഴയ CPM നേതാക്കളൊക്കെ, പഴയ VS പക്ഷക്കാരൊക്കെ, ഇപ്പോൾ പാർട്ടിക്ക് പുറത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് ഈ ഗോവിന്ദൻ മാഷ്. അദ്ദേഹം വന്നാൽ പാർട്ടിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ പഴയ VS പക്ഷക്കാരൊക്കെ അന്ന് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ ഗോവിന്ദൻ മാഷ് അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ ഈ പാർട്ടിയെ വലിയ പ്രതിരോധത്തിലാക്കിയ ആ വിഷയം, മുഖ്യമന്ത്രിയുടെ മകളുടെയും അഴിമതി, അത് പകൽ പോലെ എല്ലാവർക്കും വ്യക്തമാകുന്ന രീതിയിൽ രേഖകളടക്കം പുറത്തു വന്നപ്പോഴും അതിനെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. പിന്നെ എങ്ങനെയാണ് ഇവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് അവർ അംഗീകരിക്കുന്നത്? 2, ഈ തോൽവിയുടെ പ്രധാന ഉത്തരവാദിത്തം അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അദ്ദേഹത്തിന്റെ ശൈലിയുടെയും, പണ്ട് കരുണാകരന്റെ ശൈലിയെക്കുറിച്ച് കരിങ്കാലി കരുണാകരൻ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നാട്ടിൽ വലിയ പ്രക്ഷോഭമുണ്ടാക്കിയ വിദ്യാർത്ഥി സംഘടനയുടെയും യുവജന സംഘടനയുടെയും ഒക്കെ നേതാക്കൾ ഇപ്പോൾ മന്ത്രിമാരൊക്കെ ആയിട്ട് വലിയ രീതിയിൽ വിലസുന്നുണ്ട്. പക്ഷേ അവർക്കൊന്നും ഇപ്പം നാവ് പൊന്തില്ല അവരുടെ പിണറായി വിജയനെതിരെ ഒന്ന് ശബ്ദിക്കാൻ. കാരണം പിണറായി വിജയനെതിരെ ശബ്ദിച്ചാൽ പിന്നെ അവരുടെ തന്നെ പാർട്ടിയിലെ സ്ഥാനമാനങ്ങൾക്ക് വലിയ കോട്ടം തട്ടും. പിണറായി വിജയനെ സുഖിപ്പിക്കുക, പിണറായി വിജയന് സ്തുതി പാടുക, പിണറായി വിജയൻ ആണ് ഈ എല്ലാത്തിൻ്റെയും അദ്ദേഹം ആണ് ഈ പാർട്ടിയെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ചാലക ശക്തി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് CPM ചെയ്യാൻ സാധ്യത. ഇനിയിപ്പോൾ നിഷാദ് ചോദിച്ച എന്തുകൊണ്ടാണ് CPM തോറ്റത്? ഈ പിണറായി വിജയന്റെ ശൈലിയും അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരവും ഒരു വശത്തുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ശ്രീ KT പറഞ്ഞ ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നു. അതായത് ലോക്സഭയിലേക്ക് കോൺഗ്രസിന് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. 2004 പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. 2004 ഇവിടെ AK ആന്റണി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് കോൺഗ്രസിനെ സമ്പൂജ്യരാക്കി മുസ്ലിം ലീഗിന് ഒരു സീറ്റ് മാത്രം കൊടുത്ത് അവരുടെ കോട്ടയായ മഞ്ചേരി സീറ്റിൽ അവരെ തോൽപ്പിച്ചുകൊണ്ട് ഇവിടെ 19 LDFന്റെ അംഗങ്ങളെ ദില്ലിയിലേക്ക് അയച്ചിരുന്നു. അന്നും ഒരു NDA സ്ഥാനാർത്ഥി മൂവാറ്റുപുഴ ഞങ്ങളുടെ മണ്ഡലത്തിൽ PC തോമസ് ജയിച്ച ഒരു ചരിത്രം 2004 അതിനു മുൻപ് 1967 പനമ്പള്ളി ഗോവിന്ദൻ മേനോൻ മാത്രമാണ് അന്ന് UDFന്റെ സ്ഥാനാർത്ഥിയായി ജയിച്ചത്. സപ്തകക്ഷി മുന്നണിയായിരുന്നു അന്ന് മറുവശത്തുണ്ടായിരുന്നത്. ബാക്കിയുള്ള സീറ്റുകളെല്ലാം സപ്തകക്ഷി മുന്നണി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളാണ് ജയിച്ചത് എന്നാണ് എൻ്റെ ഒരു ഊഹം. അത് തെറ്റാണെങ്കിൽ തിരുത്താം. പക്ഷേ എനിക്ക് ഏകദേശം ഉറപ്പാണ് അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ ഇവിടെ അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോഴും ചോദ്യം വീണ്ടും പിണറായി വിജയന്റെ ഈ സർക്കാരിന്റെ നയപരിപാടികളിലേക്കും ഈ ഭരണവിരുദ്ധ വികാരത്തിലേക്കും മറ്റു കാര്യങ്ങളിലേക്കുമാണ് വരുന്നത്. ഇവിടെ ഈ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഈ LDFന്റെ ഇപ്പോഴത്തെ ദയനീയമായ പ്രകടനത്തിന് കാരണം എന്നുള്ളത് CPMന്റെ എല്ലാ നേതാക്കൾക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. അവർക്ക് പറയാൻ പറ്റില്ല. അത് ഭരണത്തിന്റെ കാര്യങ്ങൾ അവിടെ മാറ്റി നിർത്തിയാൽ തന്നെ എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ CPM ഉപയോഗിച്ച അവരുടെ രാഷ്ട്രീയം, അവർ പറഞ്ഞ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ കുറെ കാലമായിട്ട് കേരളത്തിൽ നടത്തുന്ന അവർ പറയുന്ന രാഷ്ട്രീയം എല്ലാം നെഗറ്റീവ് രാഷ്ട്രീയമാണ്. അവർ പോസിറ്റീവായിട്ടൊന്നും പറയുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ ഇവിടെ കേരളത്തിൽ UDFനെതിരെയാണ് അവർ കൂടുതലും അവരുടെ അസ്ത്രങ്ങൾ പ്രയോഗിച്ചത്. കേന്ദ്ര സർക്കാരിനെതിരെ അവർ കാര്യമായിട്ടൊന്നും പറയുന്നില്ലായിരുന്നു. പിണറായി വിജയൻ അടക്കം CPMന്റെ നേതാക്കളടക്കം ഇവിടെ കോൺഗ്രസ്സുകാർ നാളെ BJPയിലേക്ക് പോകും. കോൺഗ്രസ്സുകാർ BJPക്കുള്ള റിക്രൂട്ടിംഗ് ഏജന്റുമാരാണ്. അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെല്ലാം ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഈ മൃദുസംഘികളാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞു സ്ഥാപിക്കുക എന്നുള്ളതിനപ്പുറം CPM കഴിഞ്ഞ കുറെ കാലമായിട്ട് കേരളത്തിൽ എന്താണ് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു തിരിച്ചടി കൂടി ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയിട്ടുണ്ട്.